കോമണേഴ്സിനെ സെലക്ട് ചെയ്തോ? കുറേ പേർക്ക് സൂം ഓഡീഷനും നേരിട്ടുള്ള ഓഡീഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഉള്ളതാണോ? തീർന്നോ? ഇപ്പോഴും കുറേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണോ? ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ ഷോ തുടങ്ങാൻ. 5-6 ദിവസത്തിനകത്ത് കൺഫർമേഷൻ കിട്ടേണ്ടതല്ലേ? ഇനി നമ്മളെ വിളിക്കോ? സൂം ഓഡീഷൻ കഴിഞ്ഞ് നേരിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ സൂമിനെ വിളിച്ചിട്ടില്ല. നേരിട്ട് വിളിച്ചവർ ആകെ കൺഫ്യൂഷനിലിരിക്കുന്നു. എന്താണ് സംഭവം? കോമണേഴ്സിനെ സെലക്ട് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ എത്ര പേരെയാണ് സെലക്ട് ചെയ്തത്? ആരെയൊക്കെയാണ് സെലക്ട് ചെയ്തത്? ഇത് പോരാഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിൽ 24/7 നമുക്ക് ലൈവ് കാണണമെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണം? അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റും വീഡിയോയും ആണിത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ കോമണേഴ്സിന്റെ കേസ് ആദ്യം പറയാം. കോമണേഴ്സിന്റെ ഓഡീഷൻ കഴിഞ്ഞു. അത് മൊത്തത്തിൽ കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത്. കാരണം ആദ്യം നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇൻട്രോ ഷൂട്ട് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കുറേ പേര് അവർ സൂം ഓഡീഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സൂം ഓഡീഷന് വിളിച്ചതിൽ നിന്നും വളരെ കുറച്ച് പേരെ മാത്രം നേരിട്ട് വിളിച്ചതിൽ നിന്നും ഒരു 5-6 പേരെ അവർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പേരോളം അവർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേരിൽ നിന്നും എത്ര പേര് വേണമെങ്കിലും സെലക്ട് ആവും. ഈ 4 പേരിൽ 2 ആണും 2 പെൺകുട്ടിയാണ് ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ സീസണിൽ കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരാണും ഒരു പെൺകുട്ടിയെങ്കിലും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം 4 പേരെയാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 4 പേരിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ പറയുന്നത് പോലെ ഇനി നിങ്ങൾ ആരും കോൾസിനൊന്നും വേണ്ടി എക്സ്പെക്ട് ഒന്നും ചെയ്തിരിക്കേണ്ട. നിങ്ങൾക്കൊരു കോൾ കിട്ടുവാണെങ്കിൽ അത് ലക്കാണെന്ന് മാത്രം കരുതുക. ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയത് കോമണേഴ്സിന്റെ ഓഡീഷൻ. ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് പോലും ഫൈനലായിട്ടാണ് നിങ്ങൾ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഉറപ്പായിട്ടും പറയും. 4 പേര് ഏതാണ്ട് ഫൈനൽ ആയിട്ടുണ്ട്. ഇന്നലെയോട് കൂടിയാണ് ഏതാണ്ട് കോമണേഴ്സിന്റെ ഓഡീഷൻ ഫിനിഷ് ആയത് എന്നാണ് അറിയാൻ പറ്റിയത്. കുറേ പേര് ഈ കാര്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോമണേഴ്സ് ആരാണ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും അത്യാവശ്യം ഇത്തവണയും പ്രൊഫൈലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അവർ വിളിച്ചിരിക്കുന്നതും അത്യാവശ്യം നല്ല പ്രൊഫൈൽസ് ഒക്കെ ഉള്ള ആളുകളെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഒരാൾ തന്നെ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവരാണോ കോമണേഴ്സ്? ഇവരുടെ ഇന്ന ആൾക്കാരുടെ കൂടെ സെൽഫി എടുത്തിരിക്കുന്നു, അവരുടെ കൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇവർ കോമണേഴ്സ് അല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ ഇത്തവണ ആവും എന്ന് അറിഞ്ഞുകൂടെ. പക്ഷെ ഹൈ പ്രൊഫൈൽസ് ഉള്ള അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്ന സാധാ കോമണേഴ്സ് അല്ല, കുറച്ചുകൂടി എന്താ പറയാ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഇത്തവണയും ഓഡീഷന് വിളിച്ചിരിക്കുന്നത്. ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഓഡീഷന് വിളിച്ചിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ്. അപ്പോൾ അതാണ് കോമണേഴ്സിന്റെ കേസ്. ഇനി ഹോട്ട്സ്റ്റാർ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണം? എനിക്ക് തോന്നുന്നു ജിയോ സിം യൂസ് ചെയ്യുന്നവർക്ക് ഹോട്ട്സ്റ്റാർ ഫ്രീ ആണെന്നാണ് എൻ്റെ അറിവിൽ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റീചാർജ് ഒക്കെ ചെയ്യുമ്പം ഹോട്ട്സ്റ്റാർ ഫ്രീ ആണെങ്കിൽ മൊബൈലിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഹോട്ട്സ്റ്റാറിന്റെ കേസ് പറയുമ്പോൾ മൊബൈലിൽ കാണുന്നവരുണ്ട്, TV-യിൽ കാണുന്നവരുണ്ട്, ലാപ്ടോപ്പിൽ കാണുന്നവരുണ്ട്. ഈ 3 ടൈപ്പ് ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ജിയോ സിം ഉള്ളവർക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കുക. ഇനി VI ഉള്ളവർക്ക്, വോഡാഫോൺ ഐഡിയ ഉള്ളവർക്ക് എക്സ്ട്രാ OTT പാക്സ് ഒക്കെ VIയുടെ ആപ്ലിക്കേഷനിലുണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം സെയിം നമ്മുടെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിലുള്ള പ്ലാനേക്കാളും 1-2 രൂപ വ്യത്യാസം മാത്രമേ അതിനകത്തും വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്ന ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാറിന്റെ സാധനം തന്നെയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു തരാം പ്ലാനുകൾ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ പ്ലാൻ ഏറ്റവും കുറഞ്ഞത് എൻ്റെ ഫോണിൽ കാണിക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ പലതായിരിക്കും. എൻ്റെ ഫോണിൽ കാണിക്കുന്നത് 149 രൂപയുടെ പ്ലാനാണ്. ഒരു മാസം 50 രൂപ മാത്രമേ ആ പ്ലാനിൽ വരുന്നുള്ളൂ. 3 മാസമാണ്. 3 മാസം 149 രൂപയാണ്. അതായത് 90 ദിവസം നമുക്ക് ബിഗ് ബോസ് കാണാം. ഇപ്പം ഓഗസ്റ്റ് 3-ാം തീയതി മാത്രം ചെയ്താൽ മതി നിങ്ങൾ എല്ലാവരും. 90 ദിവസം ഹോട്ട്സ്റ്റാർ കാണാൻ പറ്റും. ഒരൊറ്റ ഡിവൈസിൽ മാത്രമേ പറ്റുള്ളൂ. അതും മൊബൈലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും മൊബൈലിൽ കാണണമെങ്കിൽ ഇതിനകത്ത് ലോഗൗട്ട് ആയി പോകും. വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് കാണാം, നമ്പർ അടിച്ചു കൊടുത്ത് OTP അടിച്ച് കാണാം. പക്ഷെ ഇതിനകത്ത് ലോഗൗട്ട് ആയി പോകും. മൊബൈലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പരസ്യം ഉണ്ടാവും. പിന്നെ 720p ക്ലാരിറ്റി വരെ മാക്സിമം, 720p ക്വാളിറ്റിയിൽ വരെ നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. HD 720p എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റീരിയോയാണ് സൗണ്ട്. 3 മാസത്തേക്കാണെങ്കിൽ 149, 1 വർഷത്തേക്കാണെങ്കിൽ 499 രൂപ അടച്ചാൽ മതി. 1 വർഷത്തേക്ക്. അടുത്ത വർഷം കറങ്ങി ഇവിടെ എത്തുന്നവരെ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല ഈ പറയുന്നത് പോലെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പം നമുക്ക് പണ്ടതാണെങ്കിൽ സീരിയലൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇപ്പം അങ്ങനെയൊന്നും അല്ല. 1 മാസം ഇത്ര മണിക്കൂർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് VIP സാധനവും കാണാം,
അല്ലാത്ത സാധനവും കാണാം. ഇപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഹോട്ട്സ്റ്റാർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വരുന്ന പ്ലാൻ, ഇത് ബേസിക് പ്ലാൻ ആണ്, മൊബൈൽ പ്ലാൻ എന്ന് പറയും. ഇനി അടുത്ത് വരുന്നത് സൂപ്പർ പ്ലാൻ ആണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ സൂപ്പർ പ്ലാൻ ആണ്. കാരണം എനിക്ക് സൂപ്പർ ആണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. 2 ഡിവൈസിൽ ഒരേ സമയം നമുക്ക് കാണാം. ഒരേ സമയം ലോഗിൻ ചെയ്ത് കാണാൻ പറ്റും. 2 ഡിവൈസിൽ, ടിവിയിൽ കാണാം, ലാപ്ടോപ്പിൽ കാണാം, മൊബൈലിലും കാണാം. ഇതിനകത്ത് ഏതിൽ വേണമെങ്കിലും നമുക്ക് കാണാം. പരസ്യം ഇതിനകത്തും ഉണ്ട്. ഫുൾ HD 1080p ക്വാളിറ്റിയിലാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. 1080p ക്വാളിറ്റി വരെ കാണാം. ഡോൾബി അറ്റ്മോസ് ആണ് ഇതിന്റെ ഓഡിയോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 3 മാസത്തേക്ക് 299 രൂപയാണ്. 3 മാസം 299, 1 വർഷമാണെങ്കിൽ 899. 2 ഡിവൈസിൽ കാണാം. ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ ടിവിയിലും ലാപ്ടോപ്പിലും ഫോണിലൊക്കെ മാറി മാറി കാണും. കാരണം ചാർജുകൾ എല്ലാത്തിലും നിൽക്കണമല്ലോ. അപ്പൊ അങ്ങനെ മാറി മാറി കാണുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഇത് സീസൺ 5 നടന്ന സമയത്തും 6 നടന്ന സമയത്തും ഒക്കെ ഞാൻ ചെയ്തത്, റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ഈ സൂപ്പർ പ്ലാൻ ആണ്. ഇനി അടുത്ത് പ്രീമിയം പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ. ഈ പ്രീമിയത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് പരസ്യം കാണത്തില്ല. പ്രീമിയത്തിൽ പരസ്യം കാണില്ല. ഈ പ്രീമിയത്തിൽ ഒരേ സമയം നമുക്ക് 4 ഡിവൈസിൽ കാണാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും ബിഗ് ബോസ് ലൈവ് കാണും, അമ്മയും ലൈവ് കാണും, നിങ്ങൾ 2 മക്കളും ഉണ്ട് ലൈവ് കാണും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രീമിയം ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും ഒരേ സമയം പലയിടത്ത് ജോലി സ്ഥലത്തൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രീമിയം അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. 4 ഡിവൈസിൽ കാണാൻ പറ്റും. ടിവിയോ ലാപ്ടോപ്പോ മൊബൈലോ ഇഷ്ടത്തിനനുസരിച്ച് കാണാം. പരസ്യം ഇല്ല. ലൈവ് ഒഴിച്ച് ബിഗ് ബോസിന്റെ ലൈവ് കാണുന്നവരാണെങ്കിൽ അതിനകത്ത് എന്തായാലും പരസ്യം വരും. കാരണം 10-15 മിനിറ്റിന് ഇടയ്ക്ക് വെച്ച് ഓരോ തവണയും 1 മിനിറ്റുള്ള പരസ്യം അവർ വന്നുകൊണ്ടിരിക്കും. ഇതിനകത്താണെങ്കിൽ 4K ക്ലാരിറ്റിയോട് കൂടി കാണാം. 2160p ആണ്. അതായത് 4K ക്ലാരിറ്റിയോട് കൂടി ഡോൾബി വിഷനില്, ഡോൾബി അറ്റ്മോസ് സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാം. ഇതിന്റെ റേറ്റ് വരുന്നത് 3 മാസത്തേക്ക് 499 രൂപയാണ് ഇതിന്റെ നിരക്ക്. 499. 1 വർഷത്തേക്ക് 1499. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് ഓക്കെ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. മൊബൈലിൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് ലൈവ് കാണുന്നതെങ്കിൽ മൊബൈൽ പ്ലാൻ ചെയ്താൽ മതി. ഇനി വീട്ടിൽ 1-2 പേരൊക്കെ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട് അച്ഛനും, അല്ലെങ്കിൽ ഞാനും കാണുന്നുണ്ട് അമ്മയും, ഞാനും ചേട്ടനും, ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ സൂപ്പർ പ്ലാൻ ചെയ്യുക. ഒരേ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും കാണാം, അപ്പുറത്ത് ചേട്ടൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ അതിലും കാണാം, ചേച്ചിക്ക് ഫോൺ ഉണ്ടെങ്കിൽ അതിലും കാണാം. 2 തവണ 2 കാണാൻ പറ്റും. ഇനി വീട്ടിലെ എല്ലാവരും ഫാമിലി പാക്കേജ് ആയിട്ട് കാണണമെങ്കിൽ പ്രീമിയം എടുത്താലേ പറ്റത്തുള്ളൂ. ഇതാണ് ഹോട്ട്സ്റ്റാറിൽ, ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്ന അതിനകത്തുള്ള ഓഫർ. ജിയോക്കാർക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞ് കുറേ കമന്റുകൾ കാണുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. ജിയോക്കാര് നിങ്ങൾക്ക് ഫ്രീ ആണോ എന്ന് റീചാർജ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ ഫ്രീ ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിലും കൂടെ കാണാൻ പറ്റുമെന്ന്. അവരെല്ലാത്തിലും കൂടെ ഫ്രീ കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഫോണിൽ മാത്രമായിരിക്കും മിക്കവാറും ഫ്രീ കൊടുക്കുന്നത്. VI-കാർക്കുള്ളത് അവരുടെ അതിനകത്തുണ്ട്. എയർടെൽകാർക്കുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. BSNL-കാർക്കുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. അതിനകത്ത് ഓഫേഴ്സ് വരാൻ സാധ്യത കുറവാണ്. എയർടെല്ലിൽ ചിലപ്പോൾ കാണുമായിരിക്കും, VI-യിലും ഇത് BSNL-ൽ കാണില്ലല്ലോ. അപ്പൊ ഇതാണ് ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്യേണ്ട സംഭവങ്ങൾ. നിങ്ങൾ റീചാർജ് ചെയ്യാൻ പോകുന്നവർ ദയവ് കരുതി ഇന്നൊന്നും ചെയ്യാൻ പോകരുത്. 3-ാം തീയതി നിങ്ങൾക്ക് ചെയ്യാം. കാരണം 3-ാം തീയതിയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാം. കടകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര റേറ്റാണ് ഓരോരുത്തർ പറയുന്നതെന്നൊക്കെ ചിലർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. 3-ാം തീയതി ചെയ്താൽ മതി. ഈ 3 മാസത്തെ പ്ലാൻ ആയിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഈ 3 മാസത്തെ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡേ 1 മുതൽ ഡേ 90-ാമത്തെ ദിവസം വരെയും കിട്ടും. 90-ാമത്തെ ദിവസം വരെ. പിന്നെ അതിനുശേഷം റീ എൻട്രിയും ഒക്കെ ആണല്ലോ. അപ്പൊ ചിലർ ചെയ്യത്തില്ല. 8 ദിവസം, മലയാളം ബിഗ് ബോസിന്റെ ചരിത്രം വെച്ച് 8 ദിവസം കൂടെ കാണുള്ളൂ. 98-ാം ദിവസത്തെ ഫിനാലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 ദിവസം കാണണ്ട, പക്ഷെ നമുക്ക് മൊത്തം അവസാനം വരെ കാണാം എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ ഇല്ല, നമ്മളതിൽ കാശ് ഉണ്ടേ നമ്മൾ ചെയ്തോളാം എന്നുള്ളവരാണെങ്കിൽ 2 തവണ ചെയ്തോളൂ, അല്ലെങ്കിൽ 1 ഇയറിന്റെ പാക്കേജ് ചെയ്തോളൂ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കോമണേഴ്സിന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 4 പേരെ ഫൈനലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് 2 പേര് സെലക്ട് ആവാം, 3 പേര് സെലക്ട് ആവാം, 4 പേരും സെലക്ട് ആയേക്കാം. നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റോടെ വരാം, വിശേഷമായിട്ട് വരാം. പ്രൊമോസ് വരട്ടെ, ഒരു ഗുമ്മില്ല. പ്രൊമോ വന്നു കഴിഞ്ഞാൽ അതിന്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.